ആൻ്റപ്പനിലൂടെ റീത്തയിലേക്ക് എത്തുന്നു അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, ആൻ്റപ്പനും കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ പൗലോസും ബൈജുവും ചേർന്ന് നടത്തുന്ന തിരിമറികൾ, ചതികൾ എല്ലാം അലീന മനസ്സിലാക്കിയെടുക്കുകയാണല്ലോ. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ പിടികൂടുകയും കൃത്യമായ നടപടി സ്വീകരിക്കാനായിട്ടൊരുങ്ങുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. അലീനയാണെങ്കിൽ പൗലോസിനെയും ബൈജുവിനെയും നിർത്തി പൊരിക്കുകയാണ്, അപമാനിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. പ്രമോയിൽ കണ്ടതുപോലെ തന്നെ അലീന അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആ സാധനങ്ങൾ വാങ്ങുന്ന കടയിലേക്ക് എത്തുകയാണ്, കടന്നു ചെല്ലുകയാണ്. തുടർന്ന് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ എന്താ വില എന്ന് അന്വേഷിക്കുകയാണ് എന്നും 300 രൂപയ്ക്ക് തരാമെന്നും പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് നമ്മുടെ ബൈജുവും ആൻ്റപ്പനല്ല പൗലോസും എത്തുകയാണ്. തുടർന്ന് അവർ ബില്ല് ചോദിക്കുകയാണ് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ. അതിലാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് 450 രൂപയായിരിക്കും കേട്ടോ ഇട്ടിരിക്കുന്നത്. അല്ല ചേട്ടാ, എനിക്കിപ്പോൾ തന്നെ 300 രൂപയ്ക്ക് തരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ ഇതിൽ 450 ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കടക്കാരനാണെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെയാണ് വില, ഇത് നിങ്ങൾക്ക് തരുന്ന വിലയാണ്, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിലയാണ് എന്ന് പറയുന്നു. എൻ്റെ ഇഷ്ടത്തിനല്ലേ എൻ്റെ കടയിലെ സാധനങ്ങൾ വിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് തീവെട്ടിക്കൊള്ളയാണ് കേട്ടോ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ പൈസ വാങ്ങല്ലേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഞാൻ എങ്ങനെ പൈസ വാങ്ങണ്ട എന്നൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. എൻ്റെ കടയിൽ എനിക്കിഷ്ടമുള്ള മാതിരി കച്ചവടം നടത്തും, നിങ്ങളാരാ ചോദിക്കാനെന്ന് അലീനയുടെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ ഈ തിരിമറി നടത്തുന്നതൊക്കെ എൻ്റെ പപ്പയുടെ കാശിലാണ്, എൻ്റെ പപ്പയുടെ ബില്ലിലാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഈ നിൽക്കുന്നതേ എൻ്റെ പപ്പയുടെ പപ്പയാണ് എന്ന് പറയുന്നു. അതായത് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ അപ്പൻ എന്ന് പറയുന്നു. തുടർന്ന് ആ ഊതക്കുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട്, എടാ പെരുങ്കള്ള, നീ നടത്തുന്ന ഈ കള്ളത്തരത്തിന് നിൻ്റെ കടയപ്പാടി എടുത്ത് തോട്ടിലേക്ക് എറിയേണ്ടതാണ്. സത്യം പറയടാ, നിനക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്താ സംഭവം, ആര് പറഞ്ഞിട്ടാ, എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം പോലീസ് കേസാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട്, സാറേ ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഇവരുടെ കൂടെ നിന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഓരോന്നായി കൃത്യമായി വ്യക്തമാക്കി കൊടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ എൻ്റെ പൊന്നു പൗലോസേ, നിങ്ങൾ കാരണം എനിക്ക് എന്തൊരു വലിയ അപകടവും നാണക്കേടുമായി സംഭവിച്ചത്. ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ട എന്ന്, നിങ്ങൾ കുറച്ച് പൈസ തരുന്നത് കൊണ്ട് മാത്രം കൂടെ നിന്നതാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ചേട്ടനും പൈസ കൈപ്പറ്റി, എന്നിട്ടാണോ ഇവരെ മാത്രം കുറ്റം പറയുന്നത്? തെറ്റ് ചെയ്ത ചേട്ടനും ഇതിലെ പ്രതിയാണ് എന്ന് അലീന പറയുന്നുണ്ട്. ചേട്ടനുള്ളത് പിന്നാലെ വരും, നമുക്ക് എന്തായാലും കാണാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം അടുത്തത് പോകുന്നത് മീൻ വാങ്ങുന്ന കടയിലേക്കാണ്. ചേട്ടാ, ഈ മീനൊക്കെ എന്താ വില എന്ന് അലീന ആദ്യം തന്നെ കടയിൽ ആവർത്തിച്ചതുപോലെ തന്നെ ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ട്, ഇതിന് 350 രൂപയേ ഉള്ളൂ എന്ന്. അല്ല ചേട്ടാ, അപ്പോൾ ഈ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ട മീനിൻ്റെ ലിസ്റ്റ് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ 350 രൂപയുടെ മീന് 700 രൂപ, അതായത് ഒരിരട്ടി വിലയാണ് ഇട്ടിരിക്കുന്നത് എന്ന് കാണാം. അതെന്താ ചേട്ടാ ഈ ബില്ലിൽ ഇത്തരമൊരു വില, എന്താ കാര്യമെന്ന് തിരക്കുന്നു. ഇതേ സമയം നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ അലീന കാര്യം പറയുന്നു. പുള്ളിയോട് ഇത് കേസാക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, എൻ്റെ പെങ്ങളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണെന്നും അവർ പൈസ തരുന്നത് കൊണ്ട് ഞാൻ അവരുടെ കൂടെ നിന്നതാണെന്നും എനിക്ക് ചതിക്കണമെന്ന യാതൊരു ഉദ്ദേശവും യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നും അവർ മാസം വന്ന് തരുമ്പോൾ അതിൽ നിന്ന് എണ്ണി കൃത്യം പൈസ മേടിക്കുമെന്നും
എനിക്ക് വല്ല ചില്ലറയും തരുമെന്നും കൃത്യമായി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എന്തിടന്നൊക്കെ സാധനം മേടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവരുടെ ചതികൾ അലീന മനസ്സിലാക്കുകയാണെന്ന് കാണാം. തുടർന്ന് നേരെ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് കാണാൻ സാധിക്കും. വണ്ടിയിൽ നിന്നും അലീന പൗലോസിനോട് ഇറങ്ങാനായിട്ട് പറയുന്നു. എൻ്റെ പൗലോസേട്ടാ, ഇതാണല്ലേ നിങ്ങളുടെ ആത്മാർത്ഥത, സത്യസന്ധത. നാഴികയ്ക്ക് 200 വട്ടം നിങ്ങൾ പറയുമല്ലോ നിങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ച്, ആത്മാർത്ഥതയെക്കുറിച്ച്, നിങ്ങളുടെ കടപ്പാടിനെക്കുറിച്ച്. അപ്പം എന്നിട്ട് ഇതാണോ നിങ്ങളുടെ കടപ്പാട്, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ബഹുമാനം, നിങ്ങളുടെ സ്നേഹം എന്ന് അലീന ചോദിക്കുന്നു. പപ്പയറിയാതെ പപ്പയുടെ പണത്തിൽ കൈയിട്ട് വരിക, പപ്പയുടെ പണം കട്ടെടുക്കുക, ഇതൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്ന അന്തസ്സായ കാര്യം എന്ന് അലീന ചോദിക്കുന്നു. എന്താ പൗലോസേട്ടാ മിണ്ടാതെ നിൽക്കുന്നത്? നേരത്തെ പോകുന്നവരെ ഉരുളക്കുപ്പേരി പോലെ വായിൽ നിന്നും സംസാരവും അക്ഷരങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നതാണല്ലോ, പോയി വന്നപ്പോഴേക്കും നാവ് ഇറങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്നത് കാണാം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തരുന്നോ അതോ ഞാൻ കേണൽ സാബിനെ വിളിക്കണോ, പപ്പയെ വിളിക്കണോ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയം കൊള്ളാട്ടോടാ, തിന്നുന്നിടത്ത് തന്നെ കോടാലി വെക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് പൗലോസ് പറയാണ്, ഞങ്ങളല്ലെന്നും ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണെന്നും പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ആൻ്റപ്പനെ ഒറ്റുകയാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് ആൻ്റപ്പൻ്റെ അടുത്തേക്ക് അലീന ചെല്ലുകയാണ്. ആൻ്റപ്പനെയും പൊളിച്ചെടുക്കുകയാണ്. ആൻ്റപ്പൻ പറയാണ്, തെറ്റ് പറ്റിപ്പോയി എന്ന്, ക്ഷമിക്കണമെന്ന്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ചെയ്തതെന്ന് പറയുന്നു. സത്യമായും ആൻ്റപ്പൻ ചേട്ടാ, നിങ്ങൾ കാപട്യക്കാരനാണ് എന്ന് പറയുന്നു. വിശ്വാസത്തെ മുതലെടുക്കുക, സ്നേഹത്തെ മുതലെടുക്കുക, അതിൽ വലിയ ചതി വേറെ ഒന്നുമില്ല എന്ന് പറയുന്നു. പപ്പയുടെ വിശ്വാസത്തെ, പപ്പയുടെ സത്യസന്ധതയെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം പൗലോസ് നമ്മുടെ ആൻ്റപ്പനും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആൻ്റപ്പൻ സങ്കടപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ റീത്തയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും പ്രേക്ഷകരെ. അതിനുശേഷം റീത്തയ്ക്ക് നേരെ അലീന പോലീസ് കേസ് കൊടുക്കാനായിട്ടൊക്കെ പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് വരാനായിട്ട് പോവുകയാണ് കൂട്ടുകാരെ.